ഉച്ചയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റിയ വർഗീസ്. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2020 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് മെയിനായിട്ട് 2 നിയോഗമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ നിയോഗം എന്ന് പറയണത് ഞങ്ങൾക്കൊരു ഭാവി ഉണ്ടാകുമായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നു. ഞങ്ങൾ ബേബിക്ക് വേണ്ടി അവിടെ ട്രൈ ചെയ്തപ്പോൾ നമുക്ക് ക്യാരിങ് ആവാത്തതുകൊണ്ട് ഞങ്ങൾ UK വർക്ക് ചെയ്യണത്. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിനെ കണ്ടു, പ്രൈവറ്റ് സ്കാനിങ് ചെയ്തു, പിന്നെ ഫെർട്ടിലിറ്റി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവരതിൽ പറഞ്ഞു എനിക്ക് 2 ഫൈബ്രോയിഡ് ഉണ്ട് യൂട്രസിൽ. നമുക്കത് NHS വഴി ട്രീറ്റ്മെൻറ്റിന് ഞങ്ങൾ പോകാൻ വേണ്ടി ട്രൈ ചെയ്തപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് 3 വർഷം ആവണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ PR ആയെങ്കിൽ മാത്രമാണ് ഈ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് 2023 ലാസ്റ്റ് ഇയർ നവംബറിലേക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും കാശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം മമ്മിയും ഞാനും ചേച്ചിയും കൂടെ ഇങ്ങനെ ഒരു നേർന്നു, നമുക്ക് മാതാവിൻ്റെ മാസം ഒക്ടോബർ മാസം നമുക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം, കൃപാസന മാതാവിനോട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. മമ്മി ഞാൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ മുമ്പ് മമ്മി എന്നോട് പറഞ്ഞു എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ടി വരില്ല, അതിനു മുമ്പ് നീ എന്തായാലും പ്രഗ്നൻ്റ് ആവുന്നു. പക്ഷെ നമ്മൾ അതിനു മുമ്പ് ടിക്കറ്റ് എടുത്തു, സെപ്റ്റംബറിൽ ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഒക്ടോബറിലാണ് അറിയണത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയണത്. അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തു, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു ഫൈബ്രോയിഡ് ഉള്ളതുകൊണ്ട് പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് അവിടെ വെച്ച് പ്രഗ്നൻ്റ് ആവണത്. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തു. പിന്നെ എൻ്റെ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. 4 മാസം വരെ എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. നോർമലി നമുക്കവിടെ സ്കാനിങ് ഉള്ളത് 3 സ്കാനിങ് ആണുള്ളത്. 3rd മന്ത്, 7th മന്ത്, 9th മന്ത്, അങ്ങനെ നോർമലി 3 സ്കാനിങ് ആണുള്ളത്. പക്ഷേ എൻ്റെ ഈ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ഞാൻ ഓൾറെഡി 11 സ്കാനിങ് എൻ്റെ കഴിഞ്ഞിരുന്നു. കാരണം എനിക്ക് എന്നും എല്ലാ ആഴ്ചയിലും എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ വിളിച്ചു വരുത്തും, എനിക്ക് ബ്ലീഡിങ് ആണ്, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. എൻ്റെ വീട്ടിൽ നിന്ന്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ എനിക്കിങ്ങനെ ബ്ലീഡിങ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. 4 മാസം അങ്ങനെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. 5-ാം മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്ലീഡിങ് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വയറുവേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു ഫൈബ്രോയിഡ് ഉള്ളതുകൊണ്ട് ആണ് ഈ പെയിൻ ഉള്ളത്, അവർക്കൊന്നും ചെയ്യാനില്ല, പെയിൻ കില്ലർ തരാമെന്ന് മാത്രമേ ഉള്ളൂ, അഡ്മിറ്റ് ആവണമെങ്കിൽ അഡ്മിറ്റ് ആവാം, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡും അവിടെ ഉള്ളത്, ചേച്ചിയുടെ ഫാമിലി അവിടെ ഉണ്ട്, പക്ഷേ അവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ എനിക്ക് അവിടെ കൂടെ നിൽക്കാൻ ആരുമില്ല. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒത്തിരി ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി ടാബ്ലറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ തിരിച്ചു വന്നു, ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. ഞാൻ ആ രാത്രി തന്നെ മമ്മീനെ വിളിച്ചു പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അവർ പറഞ്ഞു പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. മമ്മി അന്ന് തന്നെ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി പിരിക്കുകയാണെന്ന് പറഞ്ഞു. മമ്മി വന്ന് 2020 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മി അടുത്ത ആഴ്ച തന്നെ വന്ന് ഉടമ്പടി പുതുക്കി. അന്ന് മുതൽ ബേബി പുറത്ത് വരണം അന്ന് വരെ ഞാൻ ഒരു പെയിൻ കില്ലറും എടുത്തിട്ടില്ല. എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി മുതൽ വാവ പുറത്ത് വന്നാൽ എനിക്ക് ഒരു വേദന ഉണ്ടായിരുന്നില്ല. ഫൈബ്രോയിഡിൽ നിന്നായത് അന്ന് വേദനയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു അറ്റ്ലീസ്റ്റ് 8 മന്ത് എങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ ഇതാണ് ബേബി 38 വീക്സും 6 ഡേയ്സും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ബേബി പുറത്ത് വന്നത്. എനിക്ക് പ്രഗ്നൻസിയിൽ ജസ്റ്റേഷണൽ ഡയബറ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊച്ചിൻ്റെ തല വലുതായിരിക്കും, വയറ് വലുതായിരിക്കും, ഷോൾഡർ സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. കൊച്ച് നോർമൽ വെയ്റ്റിൽ തലയും വയറും എല്ലാം നോർമലായിട്ട് തന്നെ നമുക്ക് ബേബീനെ കിട്ടിയത്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബേബീനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ നേർന്നിരുന്നു, ഇതാണ് നമുക്ക് ദൈവം തന്ന വാവ. പിന്നെ വേറൊരു നിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ UK വരണയ്ക്ക് മുമ്പ് എനിക്ക് എങ്ങനെയും പുറത്ത് ജോലി ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ വിസയ്ക്കിട്ട സമയത്ത് പ്രയോറിറ്റി വിസയ്ക്കാണ് ഞങ്ങളിട്ടത്. നമുക്കൊരു ഇമെയിൽ വന്നു, പ്രയോറിറ്റി വിസ ഇല്ല, നമുക്കത് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ വന്നു. നമുക്ക് പ്രയോറിറ്റി വിസയുടെ പൈസ നമുക്ക് അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് തന്നു. പക്ഷേ നോർമൽ വിസയാണെങ്കിൽ 20 to 25 വർക്കിംഗ് ഡേയ്സ് എടുക്കും നമുക്ക് വിസ കിട്ടാനായിട്ട്. പക്ഷേ പ്രയോറിറ്റി വിസയാണെങ്കിൽ 5 ദിവസത്തോളം നമുക്ക് വരും. പക്ഷേ 3-ാം ദിവസം തന്നെ ഞങ്ങൾക്ക് ഇമെയിൽ വന്നു പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരിക്കലും അവർ പ്രയോറിറ്റി വിസ ക്യാൻസലും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വിസ എന്തായാലും റിജക്റ്റ് ആയി, കാരണം 3 ദിവസത്തിലുള്ള ആർക്കും ഇതുവരെ വിസ കിട്ടിയിട്ടില്ല. പിറ്റേ ദിവസം പാസ്പോർട്ട് വന്ന് ഞങ്ങൾ കളക്ട് ചെയ്യാൻ പോയപ്പോൾ അതിൽ ഞങ്ങൾക്ക് വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2020 സെപ്റ്റംബറിൽ ഞാൻ UK പോകാനുള്ള അവസരം ദൈവം എനിക്ക് ലഭിച്ചു. 2020 നവംബറിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോയി
സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റേ ബാക്ക് എടുക്കണേക്ക് മുമ്പ് തന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്കൊരു ഹെൽത്ത് ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി കിട്ടി. ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞ്. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. കർത്താവിൻ്റെ ദാനമാണ്